വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ബൈറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു എനർജി ബൈറ്റ്സിൽ. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ എല്ലാവരും ദിവസേന ഒരെണ്ണെങ്കിലും ഇത് കഴിക്കണം. ഹെയർ ഗ്രോത്ത്, അതുപോലെ അയൺ ഡെഫിഷ്യൻസി, നമ്മൾ സ്കിന്നിൽ വരുന്ന ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ബൈറ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. കുറച്ച് ഫിഗ് എടുത്തിട്ടുണ്ട്. ഈ ഫിഗ് ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. അതുപോലെ സ്ത്രീകൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൂട്ടാണ്. നമ്മളെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ ഫിഗ്. അതുപോലെ ഡൈജഷനും ഇത് സഹായിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് സെസമേ സീഡ്സ് ആണ്, അതായത് എള്ള്, വെളുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു മുക്കാൽ കപ്പോളം ഉണ്ട്. എള്ള് കഴിക്കുന്നത് അയേൺ, അതുപോലെ കാൽസ്യം, ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ കുറച്ച് വാൾനട്ട്സ്, പിന്നെ സൺഫ്ലവർ സീഡ്, കുറച്ച് ബദാം, കുറച്ച് പംകിൻ സീഡ്സ്, പിന്നെ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കണം. കുറച്ച് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് കിട്ടും. അത് നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഗീ ആണ്. അത് നമ്മൾ ഹോം മെയ്ഡ് ഗീ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിഗ് ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഡേറ്റ്സിൻ്റെ സീഡ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ എടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ആൽമണ്ട്സ് ആണ്. കാരണം ബദാമിനാണ് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുക. അതിനുശേഷം സൺഫ്ലവർ സീഡ് ചേർത്ത് കൊടുക്കാം, പംകിൻ സീഡ് ചേർത്ത് കൊടുക്കാം, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്ത എള്ള് അതും ചേർത്ത് കൊടുക്കാം. കൂടെ വാൾനട്ട്സും ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സും പിസ്തയും പിന്നെ ഫ്ലാക്സ് സീഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ഓൾമോസ്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ ചൂടും മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഓരോ ബാച്ചായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലോണം പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പൊടിക്കാത്തത്, അതായത് പൊടിയാത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഗ് എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കൂടെ നമ്മൾ കുരു മാറ്റി വെച്ചിരിക്കുന്ന ഡേറ്റ്സും ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഫിഗും ഡേറ്റ്സും നല്ലോണം ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാൻ ഉണ്ടല്ലോ, ആ സെയിം പാൻ തന്നെ യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡർ അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സോളം നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ നെയ്യിലേക്ക് നല്ലോണം ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളുടെ ഫുഡിൽ നമ്മൾ നെയ്യ്, അതുപോലെ ബട്ടറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. റോസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഡേറ്റ്സും അതുപോലെ ഫിഗും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഇവിടെ ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അതുപോലെ നമ്മളുടെ ഏലക്കപ്പൊടിയില്ലേ, അതും ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് നല്ലതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഞാനും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അതുപോലെ ഞാനൊരു പിഞ്ച് സോൾട്ട് വിതറി കൊടുക്കുന്നുണ്ടായിരുന്നു, ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഡേറ്റ്സും ഫിഗൊക്കെ നല്ലോണം മിക്സായി കിട്ടണം. ഈ ഒരു മിക്സ് ചൂടാറിയതിന് ശേഷം നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്സ് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏത് ഷേപ്പിൽ വേണം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് റെഡിയാക്കി എടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ വെള്ളം പാടില്ല. കൈയൊക്കെ നല്ലോണം വൈപ്പ് ചെയ്തിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. പെട്ടെന്ന് നമുക്ക് റൗണ്ടാക്കിയിട്ട് ഇത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഒത്തിരി ചൂടുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 days കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇല്ലെങ്കിൽ പുറത്തൊരു 1 വീക്കോളം ഇരിക്കും കേട്ടോ. അപ്പോൾ ദേ നമ്മൾ എനർജി ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇത് ഏതെങ്കിലും ഒരു മീൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിക്കാം. ഏറ്റവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് പല ഷേപ്പിലുള്ള മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കഴിക്കാം. ഇപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുന്നതാണ്. അതുപോലെ ഇപ്പോൾ ധാരാളം ഷോപ്സ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ക്വാളിറ്റി നോക്കിയിട്ട് വേണം ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.